വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ശമ്പളം മുടങ്ങുമെന്ന മുന്നറിയിപ്പുമായി 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ കമ്പനി. ഇനി അതും കൂടെ ഉള്ളു മുടങ്ങാൻ. 70 കോടി രൂപയാണ് EMRI ഗ്രീൻ ഹെൽത്ത് എന്ന കമ്പനിക്ക് സർക്കാർ നൽകാനുള്ളത്. കേന്ദ്ര ഗ്രാന്റ് കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പും വിശദീകരിക്കുന്നു. ശമ്പളം വൈകിയതോടെ 108 ആംബുലൻസ് ജീവനക്കാർ രോഗികളെ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് നിർത്തിവെച്ച് സമരം ചെയ്തു. പ്രശ്നം വഷളായതോടെ സർക്കാർ കമ്പനിയുമായി ചർച്ച നടത്തി. ജീവനക്കാർ സമരം അവസാനിപ്പിച്ചെങ്കിലും കമ്പനിക്ക് നൽകാനുള്ള പണം സർക്കാർ ഇതുവരെ കൈമാറിയിട്ടില്ല. ഇതോടെയാണ് ജൂൺ മാസത്തെ ശമ്പളം മുടങ്ങുമെന്ന മുന്നറിയിപ്പ് കമ്പനി സർക്കാരിന് നൽകിയത്. സർക്കാർ പണം അനുവദിക്കാത്ത സാഹചര്യത്തിൽ ആംബുലൻസുകളുടെ അറ്റകുറ്റപ്പണിയടക്കമുള്ളവയ്ക്ക് പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന വിവരവും കമ്പനി അധികൃതർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ കൈമലർത്തുകയാണ്. 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതലയുള്ള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് ഫണ്ടില്ല. കേന്ദ്രവിഹിതം ലഭിക്കാത്തതാണ് തിരിച്ചടിയായത്. HNM-ൽ നിന്നും കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി കിട്ടേണ്ടിയിരുന്ന 69.94 കോടി രൂപ ലഭിക്കാത്തതാണ് പ്രശ്നമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. അതേസമയം പണം കിട്ടാതെ മുന്നോട്ടു പോകാൻ ആകില്ലെന്ന് കമ്പനിയും വ്യക്തമാക്കിയിട്ടുണ്ട്. EMRI ഗ്രീൻ ഹെൽത്ത് കമ്പനിയുടെ ടെൻഡർ കാലാവധി കഴിഞ്ഞിട്ടും മാസങ്ങളായി. പുതിയ ടെൻഡർ വിളിക്കാനും പുതുതായി വരുന്ന കമ്പനിക്ക് നൽകാനും ആവശ്യമായ തുകയില്ലാത്തതിനാൽ ടെൻഡർ നടപടികൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും വൈകുകയാണ്. ശമ്പളം മുടങ്ങിയാൽ സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിനും ജീവനക്കാർ ആലോചിക്കുന്നുണ്ട്. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ.